ജോർജിയസ് ദിമിത്രിപൗലോസ്. ആരാണെന്നല്ലേ, ഫേമസ് ഡയറക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, പ്ലസ് സ്വാൻസി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫാക്കൽറ്റിയും കൂടിയാണ്. ഇയാൾക്ക് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ 40 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പല ഓർഗനൈസേഷൻസിലെ NGO, NPO, CBO അങ്ങനെ പറയുന്ന പല ഓർഗനൈസേഷൻസിന് വേണ്ടി അവരുടെ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പുള്ളി 50ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ടെഡെക്സ് സ്പീക്കറും കൂടിയാണ് കേട്ടോ പുള്ളി. ഇങ്ങനൊരു മനുഷ്യൻ്റെ ഒരു കോണ്ടാക്ട് എന്തോ ദൈവഭാഗ്യത്തിന് എനിക്ക് കിട്ടി. ഇങ്ങനൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി കഴിഞ്ഞ ദിവസം. കാരണം ഇയാൾ വെയിൽസിന് വേണ്ടി പല പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത്, വെയിൽസിൻ്റെ പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് ഭയങ്കര പല പ്രൊജക്ട്സും പ്രൊമോഷൻ വീഡിയോസും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇയാളെ ഒന്ന് പരിചയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ നാട്ടിലെ ഒരുപാട് പ്രൊജക്റ്റുകൾക്കും ഫിലിം സംഭവങ്ങൾക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയതായിട്ടൊന്നുമല്ല, പക്ഷെ കുറച്ച് അവസരങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല ആയതുകൊണ്ട് ആ മേഖലയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു കോണ്ടാക്റ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ കുറേ നാളായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ UK വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളമായി. അങ്ങനെ ആ ഒരു സംഭവം സംഭവിച്ചു. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ആളുടെ ഒരു കോണ്ടാക്റ്റ് കിട്ടി. എനിക്കിങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുന്നത്. ഞാനിങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴി പുള്ളി അറിയുകയും പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പുള്ളിയും പുള്ളിയുടെ സ്റ്റുഡൻസും കൂടി അവരുടെ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് വേണമെങ്കിൽ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു. എന്തോ ഞാൻ അന്ന് തന്നെ ലീവ് എൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് അവരുടെ കൂടെ രാവിലെ ഷൂട്ടിങ്ങിന് പോവുകയും ഒരു ചെറിയൊരു പ്രൊജക്റ്റാണ്. അവരുടെ ഒരു ബേസിക് വെയിൽസിനെ കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പായിരുന്നു. ഈ ഷോർട്ട് ട്രിപ്പ് ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് ഷൂട്ട് ചെയ്തു. ബേസിക്കലി പുള്ളിയെ കാണിക്കാനും എൻ്റെ ഒരു ആഗ്രഹത്തിനും നിങ്ങളെ കാണിക്കാനും. കാരണം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മനസ്സിലായത് ഞാൻ പോകാൻ ആഗ്രഹിച്ച 2 സ്ഥലത്താണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. കാരണം വെയിൽസിൻ്റെ 2 ഫേമസ് സ്ഥലങ്ങളാണ് ഗോവറും റോസിലിയും. ഈ 2 സ്ഥലത്തോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴി ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു ഷോർട്ട് ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പോലെ ചെയ്ത ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്.
ഈ സംഭവം ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് പോലെ പുള്ളിക്ക് അയച്ചു. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം പുള്ളി തന്നല്ലോ. കാരണം ഇത് അവരുടെ അതായത് സ്വാൻസി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാണത്. അവിടെ എന്നെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ എനിക്ക് തന്നോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുക, അതും ഇത്രയും വലിയൊരു വ്യക്തിയും ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള അത് പഠിക്കുന്ന കുട്ടികളുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയും പിന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ച 2 സ്ഥലത്ത് എനിക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുകയും എല്ലാം ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ദിവസം എന്ന് പറയുന്നത് അടിപൊളി ദിവസമായിരുന്നു UK-ല്. അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു ഷോർട്ട് വീഡിയോ. ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കുകയും പുള്ളി അത് വാട്സപ്പിൽ എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞൊന്നും പറഞ്ഞില്ല, ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. പുള്ളി തന്നെ ഞാനന്ന് ഷൂട്ട് ചെയ്യുന്നത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് കുറച്ച് എടുത്തു, പുള്ളിക്ക് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. അത് ശരിയെന്ന് പറഞ്ഞു. ഞാൻ ബിഹൈൻഡ് ദ സീൻസ് പ്ലസ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനത് അയച്ചു കൊടുക്കുകയും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം അയച്ചു കൊടുത്തപ്പോൾ പുള്ളി താങ്ക്സ് ഫോർ ദ വീഡിയോ എന്ന് മാത്രമേ അയച്ചുള്ളൂ. അപ്പം ഞാൻ കണ്ടിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീക്കെൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു മെസ്സേജ് വന്നു. ഞാൻ ആക്ച്വലി വിട്ടുപോയി. പുള്ളിയുടെ മെസ്സേജ് വന്നു, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പുള്ളിക്ക് ഇനിയും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എൻ്റെ ഒപ്പം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പൊക്കി പറഞ്ഞല്ല കേട്ടോ. ഞാനന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നോട് ചോദിച്ചു പുള്ളിയുടെ കൂടെ പുള്ളിയുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, അത്ര ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ ജോയിൻ, നമുക്ക് പല കാര്യങ്ങളും പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന, കാരണം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യല്ലോ, ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഓഫുള്ള സമയങ്ങളൊക്കെ ഞാൻ നിങ്ങളൊപ്പം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു മെസ്സേജും കൂടി വന്നു, എന്തായാലും ഡെഫിനറ്റ്ലി വി ഷുഡ് മീറ്റ്, അപ്പോൾ എന്തായിരിക്കും ഫ്രീ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ നെക്സ്റ്റ് വീക്ക് ഐ എം ഫ്രീ എന്ന് പറയും. കാരണം നെക്സ്റ്റ് വീക്ക് ഞാൻ ശരിക്കും ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് ഇന്ന ഒരു ദിവസം ഞാൻ ഫ്രീ ആണ്. അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു ഓക്കെ ഡെഫിനറ്റ്ലി വിൽ മീറ്റ് ഓൺ ദാറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞു. അടുത്ത എക്സൈറ്റിംഗ് ഡേ വരാൻ പോവുക. അപ്പോൾ അറിയില്ല ഇനി ഈ ജേണി എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്തായാലും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ ജേണിയിൽ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുകയും ഈ ജേണി എനിക്കൊരു പ്രൊഫഷനായി മാറ്റാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് വീഡിയോ കാണിക്കണം, ഞാൻ ക്രിയേറ്റ് ചെയ്ത് പുള്ളിക്ക് അയച്ചു കൊടുത്ത ആ ഷോർട്ട് വീഡിയോ കാണിക്കണം. പ്ലസ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ പരിചയപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാൻ മാത്രമുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് എൻ്റെ ലൈഫിൽ സംബന്ധിച്ചൊരു ഹാപ്പി ഡേ നിങ്ങളോട് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയും ബൈ.